ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രമതി വന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ശ്രുതിയുടെ ചെറിയച്ഛനെയാണ്. അപ്പോൾ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ചന്ദ്രമതി ശ്രുതിയെ വിളിക്കും, മോളെ വന്നേ, ഇത് ആരാ വന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അന്നേരം അങ്ങോട്ട് സച്ചിയും രേവതിയും വരുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് വന്ന് നോക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് എല്ലാവർക്കും ഇയാളെ കാണുമ്പോൾ. സച്ചിക്ക് മാത്രം ഒരു ഡൗട്ട് അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അയാളെ എല്ലാവരും വന്ന് കഴിയുമ്പോഴത്തേന് ഉടനെ നിന്ന് കഥകൊക്കെ അടയ്ക്കുന്നുണ്ട്. ശ്രുതി പോലും ആകെ വണ്ടടിച്ച് പോകുന്നുണ്ട്. ഇത് എന്ത് പറ്റി, ഇയാൾ എന്ത് ഈ കാണിക്കുന്നൊക്കെ. അന്നേരം ഉടനെ പറയും, ആരും അറിയരുത് ഞാനിവിടെ വന്ന കാര്യം. പെട്ടെന്ന് നിങ്ങൾ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെയും ഫോൺ അതിനകത്തോട്ട് സ്വിച്ച് ഓഫ് ചെയ്തിടാനൊക്കെ പറയും. അപ്പോൾ രേവതി ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട് എന്ന് പറഞ്ഞ് ശ്രുതിയുടെ ചെറിയച്ഛനങ്ങ് ബഹളം വെക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഫോൺ എടുത്ത് ആ പാത്രത്തിനകത്ത് വെക്കും. എന്നിട്ട് അത് അടച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് അയാൾ പറയും, ഇനി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഓരോരുത്തരും മാറി മാറി ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, എന്താ കാര്യം, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ. ഉടനെ തന്നെ അയാൾ കണ്ണാടിയൊക്കെ ഊരി അങ്ങോട്ട് വെച്ചിട്ടിരുന്ന് അങ്ങ് കരയുകയാണ്. അത് കാണുമ്പോഴത്തേന് ശ്രുതി ഓർക്കും, ഇതെന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ഓർക്കുന്നുണ്ടെ സങ്കടത്തിൽ എല്ലാവരും നോക്കും, എന്താ പറ്റി, എന്തിനാ കരയുന്നതെന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, അത് ഇങ്ങോട്ട് ശ്രുതിയുടെ അച്ഛൻ വരാനിരുന്നായിരുന്നു, ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് കരയുകയാണ്. അന്നേരത്തേന് ചന്ദ്രമതി ചോദിക്കും, ശരിയാണല്ലോ, ഇങ്ങോട്ട് അവർ ഫ്ലൈറ്റ് കയറുന്നു എന്ന് പറഞ്ഞതായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഇവിടെ എത്തിയില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതിയും ചോദിക്കുന്നുണ്ട്, എന്താ കൊച്ചച്ച, എന്താ കാര്യം, എൻ്റെ അച്ഛൻ എന്ത് പറ്റിയെന്നൊക്കെ. അത് എന്നെ മോളെ, നിന്നോട് ഞാനത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ലെന്നൊക്കെ പറയും. ഉടനെ ശ്രുതി അങ്ങ് അഭിനയിക്കുകയാണ്, എൻ്റെ അച്ഛൻ എന്ത് പറ്റി, എന്താന്നൊക്കെ ചോദിച്ച് അങ്ങ് കരയുവാണ്. അന്നേരത്തേന് ചെറിയച്ഛൻ ഇരുന്ന് അങ്ങ് കരച്ചിലൊക്കെ നിർത്തിയിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങിയതായിരുന്നു, ഫ്ലൈറ്റിൽ വെച്ച് പിന്നെ അദ്ദേഹത്തെ പോലീസ് പിടിച്ചു, ഇപ്പോൾ അദ്ദേഹം ജയിലിലാണെന്ന് പറയും. എൻ്റെ അച്ഛൻ ജയിലിലോ, എങ്ങനെയാ, എന്ത് പറ്റിയതാ എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് ശ്രുതി. അന്നേരത്തേന് എല്ലാവരും പകച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ജയിലിലോ എന്നൊക്കെ പറഞ്ഞാൽ സച്ചിയും ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അത് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സാണ് അദ്ദേഹത്തെ ചതിച്ചതാണ്, എല്ലാവരും കൂടെ വലിയ വലിയ കമ്പനികളിൽ നിന്ന് സാധനം എടുത്തു വന്നിട്ട് പിന്നെ ആ കമ്പനിക്കൊന്നും പൈസ കൊടുത്തതായിട്ട് ശ്രുതിയുടെ അച്ഛനെ വിശ്വസിപ്പിക്കുകയായിരുന്നു. അന്നേരം അദ്ദേഹം അതെല്ലാം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പൈസ കൊടുക്കാതിരുന്ന കാരണം അവർ കേസായി പോലീസിൽ പരാതിപ്പെട്ട കാരണം പോലീസ് പ്ലെയിൻ വളഞ്ഞാണ് പിടിച്ചുകൊണ്ട് പോയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അത് ഇങ്ങോട്ട് പോരാനായിട്ട് ഫ്ലൈറ്റ് കയറി ഇരുന്നപ്പോഴായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കഥ പറയണം. അപ്പോഴത്തേനാണ് സച്ചി ചോദിക്കുന്നുണ്ട്, കേട്ടിട്ട് ഇതൊരു കള്ളക്കഥ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴത്തേന് ശ്രുതിക്ക് എന്തോ ഒരു ടെൻഷൻ ആകുന്നുണ്ട്, ശരിക്കും സച്ചി എങ്ങനെ വിശ്വസിക്കാതിരിക്കുമെന്ന്. ചന്ദ്രമതി വഴക്കം പറയും, എടാ നീ ഒന്നും മിണ്ടാതിരിക്കും, എന്തായി പറയുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ രവീന്ദ്രനും പറയും, നീ ഒന്നും പറയണ്ട, അഭിപ്രായം ഒന്നും പറയണ്ട, കാര്യം കേൾക്കട്ടെ എന്നൊക്കെ പറയും. എന്തായാലും ഞാൻ അവരെ ഒന്നും വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അവരെയെല്ലാം ഞാൻ വെട്ടി നുറുക്കി തൂക്കി കൊടുക്കുമെന്ന് പെട്ടെന്ന് പറയും. ആടിനെ വെട്ടുന്ന പോലെ വെട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേന് ഉടനെ സച്ചി പറയും, ഈ ഡയലോഗ് തന്നെ ഇതുവരെ വരാതിരുന്നെന്ന് ഞാനിങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതന്നെ. പെട്ടെന്ന് ബീരാൻ അങ്ങ് ടെൻഷനാകുന്നുണ്ട്, ക്യാരക്ടർ മാറിപ്പോയല്ലോ എന്നുള്ളൊരു ടെൻഷനാകുന്നുണ്ട്. അന്നേരം പറയും, ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ വന്ന് കാര്യം പറഞ്ഞത് നന്നായി. ഇപ്പോൾ ശ്രുതിയുടെ അച്ഛനെ ഒന്ന് കാണണമെങ്കിൽ ശ്രുതിക്ക് ആഗ്രഹം കാണുമല്ലോ, അതുകൊണ്ട് ശ്രുതിയും കൂടെ അവിടെ ചെന്ന് അച്ഛനെ കണ്ടേച്ച് വരട്ടെ മലേഷ്യയിൽ നിന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് സന്തോഷമാകും. ശ്രുതി ഉടനെ പറയും, ശരിയാ, നല്ലതാണ്. ഉടനെ തന്നെ ചെറിയച്ഛനും പറയും, ശരിയാ, പോയി കണ്ടേച്ച് വരുന്നത് നല്ലതാണെന്ന് പറയുമ്പോഴത്തേന് ശ്രുതി ഒന്ന് നോക്കുന്നുണ്ട് ചെറിയച്ഛൻ ഉടനെ പറയും, അത് പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല, ഞാൻ പോയി കണ്ടായിരുന്നു, പക്ഷേ അല്ലാതെ ഇവരെ ആരെയും ഒന്നും അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല, കാരണം ഇവർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരെയും കൂടെ പോലീസ് പിടിച്ച് അകത്തിടുമെന്ന് പറയും. എന്നെ അകത്തിടുമോയെന്ന് ചോദിച്ച് ശ്രുതിക്ക് അങ്ങ് പേടിയാണ്. അന്ന് സച്ചിയും കളിയാക്കുന്നുണ്ട്, ചിലടാ നീനക്കും അവിടെ പോയി ജയിലിൽ കിടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ്, നീ പോടാന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രുതി. അന്നേരം പറയും, അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല, ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ സ്വത്തിൻ്റെ എല്ലാം അടുത്ത അവകാശിയായിട്ട് ശ്രുതിയല്ലേ, അപ്പോൾ ശ്രുതിയും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരെയും കൂടെ പിടിച്ച് അകത്തിടുമെന്ന് പറയും. അയ്യോ എന്നാൽ വേണ്ട, പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണ് യാത്ര. ഇത്രയും വലിയ കോടീശ്വരനായതുകൊണ്ട് അദ്ദേഹത്തിന് പുഷ്പം പോലെ ഇറങ്ങി പോർന്നുകൂടെ എന്നൊക്കെയാണ് ചന്ദ്രമതി ചോദിക്കുന്നത്. അതൊന്നും പറ്റത്തില്ല, അവിടുത്തെ സിസ്റ്റമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്, അത് കാരണം പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേസൊക്കെ നമ്മൾ വാദിച്ച് തന്നെ നേടണം. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു 10 പേരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്, ആ വക്കീലന്മാർ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് സച്ചി പറയും, എടാ നീ ഇവിടെ ചെല്ല്, 10 ഇവിടെ 11 ആയിക്കോളൂല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. ഉടനെ ചന്ദ്രമതി പറയും, അതൊന്നും സാരമില്ല, എന്തായാലും
എന്തായാലും ഒരു തെറ്റും ചെയ്യാതല്ലേ ശ്രുതിയുടെ അച്ഛൻ അകത്തായിരിക്കുന്നത്, അതുകൊണ്ട് പുറത്ത് പൊട്ടെന്ന് തന്നെ വന്നോളൂ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി നിന്നങ്ങ് കരച്ചിലാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചെറിയച്ഛൻ ചെന്ന് ശ്രുതിയെ ആശ്വസിപ്പിക്കാനായിട്ട് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നുണ്ട്. അന്നേരത്തേന് ശ്രുതി ആ ചെറിയച്ഛൻ്റെ കാലിലൊറ്റ ചവിട്ട് കൊടുക്കും. അയ്യോ എന്ന് പറഞ്ഞ് കാറി പുള്ളിക്കാരൻ പെട്ടെന്ന് മാറുന്നുണ്ട്. ഇവരെല്ലാം ചോദിക്കും എന്ത് പറ്റിയെന്ന്. അല്ല, ശ്രുതിയെ ഞാനൊന്ന് ആശ്വസിപ്പിച്ചപ്പോൾ ആ സങ്കടം എനിക്ക് മനസ്സിലടക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കരഞ്ഞു പോയതാന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ആരോടും പറയാതാണ് മലേഷ്യയിൽ നിന്ന് ഞാനിവിടെ വന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് എനിക്ക് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അയാൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. അന്നേരത്തേന് ഇവരെല്ലാവരും ഇരുന്നങ്ങ് ആശ്വസിപ്പിക്കുകയാണ് ശ്രുതിയെ. സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രുതി പറയും, ഞാൻ എൻ്റെ അച്ഛനോട് പിണങ്ങിയിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഒന്ന് മിണ്ടാനും കാണാനും ഒക്കെ ഞാൻ ആഗ്രഹിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് അങ്ങ് കയറിപ്പോവും. അന്നേരത്തേക്കും ചന്ദ്രമതിക്ക് അങ്ങ് സങ്കടമായി പോവുകയാണ്. സങ്കടമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് ശ്രുതി ഇരുന്ന് കരയുമ്പോഴത്തേന് ശ്രുതി ആശ്വസിപ്പിക്കുകയാണ്. ഇനി അങ്ങനെയൊന്നും സങ്കടപ്പെടണ്ട, എന്തായാലും അച്ഛൻ പുറത്ത് വരുമല്ലോ എന്നൊക്കെ പറയും. ചന്ദ്രമതിയും വന്ന് ആശ്വസിപ്പിക്കും. മോള് സങ്കടപ്പെടാതെ, മോക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അന്നേരത്തേനുടനെ ശ്രുതിക്ക് തൻ്റെ ഐഡിയ അല്ല ഏറ്റതിൻ്റെ സന്തോഷത്തിൽ ശ്രുതി ഇങ്ങനെ ചിരിക്കുകയാണ്. അത് പക്ഷേ ചന്ദ്രമതിയും ശ്രുതിയൊന്നും കാണുന്നില്ല കേട്ടോ. അന്നേരത്തേന് സങ്കടപ്പെട്ട് തന്നെയാണ് ചന്ദ്രമതി, പോട്ടെ മോളെ പോട്ടെ, അച്ഛനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിയുമ്പോഴത്തേന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, എനിക്ക് ഈ കഥയൊന്നും കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല, എന്തോ ഒരു കള്ളക്കഥ പറയുന്ന പോലെ തോന്നി എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട സച്ചി ചേട്ടാ, എനിക്കാണ് ശ്രുതിയുടെ സങ്കടം കണ്ടിട്ട് അങ്ങ് സങ്കടമായി പോയി, അവളുടെ അച്ഛനല്ലേ ജയിലിൽ കിടക്കുന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങ് സങ്കടപ്പെടുകയാണ്. പക്ഷേ സച്ചി ആണെങ്കിൽ ഇതിനെന്തോ കള്ളക്കളിയുണ്ട്, അതൊന്ന് പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള പരുവത്തിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുകയാണ്. അന്നേരം രവീന്ദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, എന്താ ചന്ദ്രനെ എന്നൊക്കെ ചോദിക്കും. അത് കഴിയുമ്പോഴത്തേന് രേവതി 2 ചായയും കൊണ്ട് അങ്ങോട്ട് വന്നിട്ട് പറയും, അച്ഛാ ആ കാപ്പി ഇന്നാന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അന്നേരം അമ്മ ഇന്നാ കാപ്പി എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് രേവതിയോട് ചന്ദ്രമതി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ നിന്നോട് കാപ്പി പറഞ്ഞായിരുന്നെന്ന്. അല്ല, ഈ സമയത്ത് അമ്മ ഒരു കാപ്പി കുടിക്കാറുണ്ടല്ലോ, അതുകൊണ്ടാ കൊണ്ടെന്ന് പറയും. എന്നും ഈ സമയത്ത് കുടിക്കുമെന്ന് പറഞ്ഞ് എനിക്കിപ്പം കാപ്പി വേണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് ചായ കപ്പും സഹിതം എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അത് കാണുമ്പോഴത്തേന് രവീന്ദ്രൻ ചാടി എണീറ്റിട്ട് ചോദിക്കും, എന്താ പറ്റിയ ചന്ദ്ര, എന്താ നിനക്ക് എന്നാ കുഴപ്പമെന്നൊക്കെ ചോദിക്കും. അതെ, എനിക്ക് ഭ്രാന്താ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭ്രാന്ത് ഇളകിയിരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രേവതിക്കിട്ട് നോക്കുകയാണ്. രേവതി ഇങ്ങനെ പേടിച്ച് ചന്ദ്രമതിയെ നോക്കി നിന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.